കത്തോലിക്കർക്ക് 7 കൂദാശകളുണ്ട്. അതിൽ മാമോദീസയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായുള്ള കൂദാശയാണ് കുമ്പസാരം. ആദ്യത്തെ കുമ്പസാരം എല്ലാവർക്കും ഒരു ടെൻഷനാണ്. അന്നക്കുട്ടിയുടേത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ആൾക്ക് സംസാരം ഇത്തിരി കുറവായിരുന്നു. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരത്തിനെത്തി. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം. അന്നക്കുട്ടിയെ ആദ്യ കുർബാനയ്ക്കായി ആത്മീയമായി ഒരുക്കിയത് കാറ്റഗിസം യൂണിറ്റ് പ്രൊമോട്ടറായ മറിയാമ്മ ബേസിൽ ടീച്ചറാണ്. ആശ്രമത്തിൽ ആദ്യ കുർബാനയ്ക്ക് എത്തുന്ന എല്ലാ കുട്ടികളെയും ടീച്ചർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ടീച്ചറോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. ആദ്യ കുർബാനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുതൽ ആദ്യ കുർബാന കഴിയുന്നത് വരെ ഞങ്ങളോടൊപ്പം അല്ല, ഞങ്ങളെക്കാൾ ഏറെ കട്ടയ്ക്ക് കൂടെ നിന്നത് ആശ്രമം ഡയറക്ടർ അലക്സ് അച്ഛനാണ്. അച്ഛനോട് നന്ദി പറയുന്നത് ശരിയാണോ എന്നറിയില്ല. കാരണം അത്രയേറെ ആത്മബന്ധമാണ് അച്ഛനുമായിട്ട്. ഫ്രാൻസിസ് സ്റ്റെൽജൻ അച്ഛനാണ് കുമ്പസാരം കൊടുത്തത്. കുട്ടികൾക്കിടയിലെ കൂട്ടുകാരനും മുതിർന്നവർക്കിടയിലെ നല്ലൊരു ഇടയനുമാണ് അച്ഛൻ. ഡാനിയച്ചൻ ഞങ്ങൾ കുടുംബാംഗം പോലെ തന്നെയാണ്. അച്ഛൻ്റെ ഒരു വൈബ് വേറെ ലെവലാണ്. ആദ്യ കുർബാനയ്ക്ക് ശേഷം രാത്രി അച്ഛൻ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഇനി പുറകെ വരുന്നുണ്ട് കേട്ടോ. അനൂപച്ചനെയും പിന്നെ ആശ്രമത്തിലെ ബ്രദേഴ്സ് അവർ ചെയ്തു തന്ന സേവനങ്ങൾക്കും നന്ദി എന്ന വാക്കിൽ ഒതുക്കി നിർത്താൻ സാധിക്കില്ല. സന്ധ്യ ടീച്ചറിനെയും ടീതിനെയും പ്രത്യേകം എടുത്തു പറയണം. അവരുടെ ആത്മാർത്ഥമായ ഉറക്കമൊഴിച്ചുള്ള സഹകരണം മറക്കാനാവില്ല. കാറ്റഗിസം യൂണിറ്റിലെ എല്ലാ ടീച്ചേഴ്സിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. കുമ്പസാരത്തിന് ശേഷം സ്തുതി കൊടുക്കുന്ന ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കുള്ള കാത്തിരിപ്പായി. ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകുമപ്പമാകുമ്പോൾ ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകുമപ്പമാകുമ്പോൾ ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൻ തിരുമുദ്രയിതേറ്റുവാങ്ങിടാം. വാവാ എൻ്റെ ഈശോയെ, വാവാ എൻ്റെ ഈശോയെ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ,